ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആയിഷ നംഷി. എല്ലാവർക്കും ജെറൂസ് കിച്ചൺ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജെറൂസ് കിച്ചണിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളി ബർഗറാണ് ഉണ്ടാക്കുന്നത്. അതും വളരെ എളുപ്പത്തിൽ ആർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പെഷ്യൽ ബർഗറാണ്. ഞാനിപ്പോൾ ഒരു ചിക്കൻ എടുത്തിട്ട് അത് എല്ലില്ലാണ്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ നല്ലോണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലോണം ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കളറിനായിട്ടും എരിവിനായിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാശ്മീരി ചില്ലി വേണമെന്നില്ല. ഇനി ഇവയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ട പിടിക്കാണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രോസ്റ്റ് ചിക്കൻ ആക്കുന്ന പോലെ തന്നെ ഈ പൊടിയിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കാം. പക്ഷെ നമ്മൾ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും കുറച്ച് കട്ടി വേണം ഇതിന്. അപ്പോൾ അതിന് നന്നായിട്ട് ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ ഇട്ടുകൊടുക്കുക. എന്നിട്ട് വീണ്ടും ഈ പൊടിയിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഇട്ടുകൊടുക്കാം. ഇനി ബാക്കിയുള്ള ചിക്കൻ പീസസ് ഒക്കെ ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മയോണൈസ്, പിന്നെ റെഡ് ചില്ലി സോസ്, അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മൂന്നും മിക്സ് ചെയ്യണ നിർബന്ധമില്ല. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഓരോന്നായിട്ട് ചേർത്താൽ മതി. പക്ഷേ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു ബർഗർ ബൺ എടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇതിങ്ങനെ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് കസ് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിരിക്കുന്ന ഈ ചിക്കൻ പീസ് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൊരു ചീസ് വെച്ച് കൊടുക്കാം. അതുപോലെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഇട്ടുകൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്ലോസ് ചെയ്യാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ബർഗർ തയ്യാറാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.